അപ്പോൾ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂട്ടിയെന്നുള്ളതാണ് ആ വാർത്ത. 49 രൂപയാണ് കൂട്ടിയത്. ഗാർഹിക പാചക വാതക വിലയിൽ മാറ്റമില്ല. വിപിൻ സി വിജയനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, ഇപ്പോൾ അതാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരനെയും അത് ബാധിക്കും അല്ലേ? പറയൂ വിവരങ്ങൾ. അതെ, ഇപ്പോൾ ഇന്ന് ബജറ്റ് വരാനിരിക്കെയാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂട്ടിയിരിക്കുന്നത്. 49 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന്റെ വില 1147 രൂപയായിട്ടുണ്ട്. 1100 കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇത് എല്ലാ മാസവും തന്നെ ഈ വിലകൾ പുതുക്കി നിശ്ചയിക്കുന്നതാണ്. ആ രീതിയിൽ പുതുക്കി നിശ്ചയിച്ചതാണ് ഇപ്പോൾ 49 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഹോട്ടലുകളെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഗാർഹിക പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു മാറ്റവുമില്ല, അത് അതുപോലെ തന്നെ തുടരുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ വാണിജ്യ മേഖലയിലേക്കാണ് ഈ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഹോട്ടലുകളിൽ ഭക്ഷണത്തിനൊക്കെ ഒരു പക്ഷേ വില വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ ചെറിയൊരു വിലയാണെങ്കിൽ പോലും അവരെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ പണം കുറയ്ക്കണം, അല്ലെങ്കിൽ ഇതിന്റെ വില കുറയ്ക്കണം എന്നുള്ള ആവശ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഹോട്ടൽ മേഖലയിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ 49 രൂപയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വർധനവ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് ജില്ലകളെ സംബന്ധിച്ചും ചെറിയൊരു മാറ്റത്തിൽ ഈ ഒരു വിലയായിരിക്കും. കൊച്ചിയിൽ 1147 ആണെങ്കിലും മറ്റ് ജില്ലകളെ സംബന്ധിച്ചും നേരിയ വ്യത്യാസത്തിൽ ഈ ഒരു തുകയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.